ബാക്ക് ടു ഫുഡ് ആൻഡ് എക്സ്പ്ലോറിന്റെ പുതിയ വ്ളോഗിലേക്ക് നമ്മളിപ്പോ ഉള്ളത് പൈതൽ മലയിലാണ്. കണ്ണൂരിന്റെ അഹങ്കാരമായ പൈതൽ മലയിലാണ്. ഫുള്ള് കോട കേട്ടോ. അവിടെ മൊത്തം കോട ഏകദേശം കംപ്ലീറ്റ് ആയിട്ടാ. അങ്ങ് ആ ഭാഗം കണ്ടോ, അവിടെ ആണ് നമ്മൾ കയറി വന്ന കേട്ടോ. ാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നടുവിൽ പിന്നെ വഴി വന്നിട്ട് ഒടുവള്ളി തട്ടി നടുവിൽ വഴി പൈതൽ മലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് രഘു. അപ്പോൾ നിങ്ങൾ നമ്മുടെ നാരായണൻ്റെ കടയിൽ നിന്നുള്ള വീഡിയോയിൽ കാണും, അഖിൽ എന്നുള്ളൊരുത്തനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളും എല്ലാവരും ഒരുമിച്ച് പഠിച്ചാട്ടോ, രഘു ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ചങ്ങായിമാരുണ്ട്, വരാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വഴിയരികിലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഒരു വൈറ്റ് സാധനം, അതാണ് ജാനകിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു ഫാൾസാണ്. അതിൻ്റെ മുകളിൽ കാണുന്നതാണ് പാലക്കയം തട്ട്, അതിൻ്റെ താഴെയുള്ളതാണ് ഈ കോഴിപ്പാറ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. പാലക്കയം തട്ട്, കോഴിപ്പാറ, ജാനകി ഫാൾസ്, ഇതെല്ലാം ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പൈതൽ മലയിലേക്കാണ്. അപ്പം നമുക്ക് നേരെ പൈതൽ മലയിലേക്ക് വിടാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുടിയാമല ടൗണിലാണ് കേട്ടോ. നടുവിൽ വഴി നമ്മൾ കുടിയാമല ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുടിയാമല ടൗണ്. അപ്പോൾ ആ വഴിയിലേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ആ ഒരു വഴിയിലേക്കിടെ കയറിയതാ, മുകളിൽ കാണുന്നില്ലേ നല്ല അടിപൊളി വ്യൂ, പുൽമേട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് പൈതൽ മല. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം പോകാനുണ്ട്. പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പൈതൽ മലയുടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കയറി വരുന്ന വഴിക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം, 2 ഡൈവേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഏഴരക്കുണ്ട് വാട്ടർഫോൾസിലേക്കുള്ള റോഡാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ തുറന്നിട്ടില്ല. ഇതാ ഏഴരക്കുണ്ട് ബേസ് സ്റ്റേഷൻ പ്രൊജക്ട് ഓഫ് DTPC കണ്ണൂർ അവർ ഏറ്റെടുത്തതാണ്. അപ്പോൾ മുന്നേ ഞാനിവിടെ വന്ന സമയത്തൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ വികസനം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പം കറക്റ്റായിട്ട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഓപ്പൺ അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പൈതൽ മലയ്ക്കേക്ക് പോവാം. വരുന്ന വഴിക്ക് റോഡ് പണിയാണ് കേട്ടോ, നല്ല കട്ടക്ക് ഓഫ് റോഡാണ്. അവിടെ ഒരു വണ്ടി കാറ് കുടുങ്ങിയിട്ടുണ്ട്. നമ്മളിതാ ഇതിപ്പം മല കാണാൻ വന്നിട്ട് ഫുൾ ഓഫ് റോഡ് പോലെ ആയാലോ. എന്താടാ ഇത് കോറയാ എൻ്റെ മോനെ, ഫുള്ള് കരിങ്കല്ലാലേ. അപ്പോൾ നമ്മളിതാ പൈതൽ മലേൻ്റെ അടുത്തെത്താറായിട്ടാ. ഇതാ നിങ്ങൾക്കൊരു വ്യൂ കാണിച്ചിരിക്കണ്ട, അതാണ് നമ്മളെ പൈതൽ മല. അപ്പോൾ നമ്മൾ ഈ റോഡ് അങ്ങനെ പോയി അങ്ങ് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു 2 കിലോമീറ്ററോളം ട്രെക്കിംഗ് ഉണ്ട്. അങ്ങനെ കയറി ഇറങ്ങിയത് അവസാനം ഇവിടെയാണ് അതിൻ്റെ വ്യൂ പോയിന്റ് വരിക.
അപ്പോൾ 2 എൻട്രിയാണ് പ്രധാനപ്പെട്ടിട്ടും നമ്മുടെ പൈതൽ മലക്ക് ഉള്ളത്. ഇതെന്താ സംഭവം, ഇവിടെ മൊത്തം പച്ചപ്പാട്ടോ, മൊത്തം വള്ളി കയറി ഒരു മല കംപ്ലീറ്റ് ഫുള്ള് വള്ളിയാണ്. നമ്മുടെ തേയിലത്തോട്ടം എന്നൊക്കെ പറയണ പോലെ കംപ്ലീറ്റ് വള്ളി കയറി മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടിട്ട് 2 എൻട്രിയാണ്. ഒന്ന് കാപ്പിമല വഴി മഞ്ഞപ്പുല്ല് എൻട്രി ഉണ്ട്, അതേപോലെ തന്നെ കുടിയാമല വഴിയുള്ള എൻട്രിയാണ്. അപ്പം കാപ്പിമല വഴിയുള്ളത് നിലവിൽ ഓപ്പൺ അല്ല എന്നാണ് അറിഞ്ഞത്. അപ്പം അതാണ് കുറച്ചും കൂടി നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൈതൽ മലയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യൂവിലാണ് അത് എത്തുക. അപ്പോൾ എനിവേ നമ്മളിപ്പം കുടിയാമല വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും മോശമില്ലാത്തൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല രീതിയിൽ അട്ട, അതേപോലെ തന്നെ ആനയുടെ ഒക്കെ ശല്യമുണ്ട്. ആന ഇപ്പം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അട്ടയുടെ ഒക്കെ നല്ല ശല്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ. നമ്മളിപ്പോൾ ഏകദേശം വൈകുന്നേരം ടൈമിലാണ് വന്നത്. നമ്മൾ പൈതൽ മലയുടെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ അവിടുത്തെ വരെ വണ്ടി പോകുള്ളൂ. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാം. ഇത് നമ്മളെ DTDCയുടെ റിസോർട്ടാണ്, പൈതൽ റിസോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലതാ അങ്ങ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ അറിയില്ല, അവിടേക്കാണ് ഇതിൻ്റെ റിസോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ഇവിടെ. കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ റിസോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് നേരെ ബാക്കിയുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ പൈതൽമല ഇക്കോ ടൂറിസം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടിക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളങ്ങോട്ട് കയറി പോകേണ്ടത്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, സൺഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ നിരത്തി അവിടെ വെച്ചിട്ടുണ്ട്, കാറും ബൈക്കുകളൊക്കെ ആയിട്ട്. അപ്പോൾ അവൻ എവിടെ നിന്നെന്തോ ഡ്രസ്സ് ജാക്കറ്റ് എന്തോ ശരിയാക്കാണ്. അപ്പോൾ ഞാൻ പറയാമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇക്കോ ടൂറിസം ആണ്. അപ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് അലൗഡ് അല്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇരിക്കുന്നത്. അപ്പോൾ കർശനമായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ പാലിക്കാനുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ആൾക്കാർ വന്നവരുടെ പേരും കാര്യങ്ങളും വിവരങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിൽസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ അത് അതേപോലെ തിരിച്ചു കൊണ്ട് കാണിക്കണം. അങ്ങനത്തെയാണ് പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ ടിക്കറ്റിന്, ഒരാൾക്ക് 30 രൂപയാണ്. അപ്പോൾ നമ്മൾ 3 പേരുള്ളതുകൊണ്ട് 90 രൂപയാണ് എടുത്തത്. അപ്പോൾ ഇതാ നേരെ ഫ്രണ്ടിലേക്ക് കുറേ ആൾക്കാരൊക്കെ കയറി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ചെറിയ രീതിയിലുള്ള ട്രെക്കിംഗ് ആണ്. നമ്മൾ റാണിപുരം പോയ പോലെ ഹെവി ആയിട്ടുള്ളതല്ല, 2 കിലോമീറ്ററൊക്കെ കാണുള്ളൂ. എന്നാലും മോശമില്ലാത്തൊരു കാടിനുള്ളിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചീവീടിൻ്റെ ശബ്ദം കേൾക്കണില്ലേ, ഭയങ്കര സൗണ്ടല്ലേ. അപ്പം അട്ട, ആന, ഇത് രണ്ടുമാണ് ഇവിടുത്തെ മെയിൻ ഭീകരന്മാർ കേട്ടോ. ആനയുടെ പിണ്ടങ്ങളൊക്കെ നമുക്കിവിടെ പോണ വഴിക്കൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കുറച്ച് നേരത്തുനിന്ന് കണ്ടു. അപ്പോൾ അതിവിടെ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവർ എഴുതിയിട്ടുണ്ട് ആന ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആന ഇറങ്ങിയ ടൈമിലാണെങ്കിൽ ചിലപ്പോൾ ഇവർ ഇവിടുത്തെ വരെ വന്നിട്ട് നമ്മൾ പോസ്റ്റായിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാവും. കാരണം അങ്ങോട്ട് കയറ്റി വിടില്ല. ഈ പുൽമേടൊക്കെ ഉള്ളതുകൊണ്ട് ആനകൾ ആ ഭാഗത്തേക്കൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. എനിവേ നമുക്ക് അടുത്ത വില്ലനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടയാണ്. അപ്പം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, മിക്കവാറും കടിച്ച് ചോരയൊക്കെ വരുന്ന സമയത്തേ അറിയുള്ളൂ. എന്നാടാ നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് വളർന്ന കൊഴുത്തട്ട അപ്പോൾ ഇവൻ അനിയൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല സൈസ് അട്ടയാവുമല്ലോ. നമ്മൾ സാധാരണ റാണിപുരത്ത് പോയപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പിന്നെ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ടാഗിലും കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് കണ്ടോ, അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ചെറിയ അട്ടകളാണ് കടിച്ചത്. ഇവിടെ നല്ല സൈസുള്ള സാധനമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കൊരു അട്ടനെ കടി പ്രതീക്ഷിക്കാം, നോക്കാം. ചെറുവത്തൂരാ. അപ്പോൾ ഇവരുടെ കൂടെ വന്ന 2 പേരെ കാണുന്നില്ല പോലും. അപ്പോൾ വഴിയിലെവിടെയോ എന്തോ സാധനം വാങ്ങാൻ ഇറങ്ങിയതാണ്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യണം, ആളെ കാണാനില്ല. എൻ്റെത് ഫുഡ് ആൻഡ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. ജസ്റ്റ് അങ്ങ് സെർച്ച് ചെയ്താൽ കാണും. ഇവിടെ നോക്കണ്ട, പിന്നെ നോക്കിയാൽ മതി.
പിന്നെ നോക്കിയാൽ മതി. എന്താ പേരെന്താ പേര്? വിളിക്കാനുള്ള നമ്പർ ഇത് കിട്ടുന്നില്ല. അതല്ലേ, പേരെന്താടാ? എൻ്റെ പേര് രാഹുൽ. എന്താ ചെയ്യുന്നേ? ഞാൻ പഠിക്കുന്നത്. പോളിയിലാ? ചെറുത്തൂരിനെ അല്ല, ഇവിടെ കാഞ്ഞങ്ങാട്. ഞാനിവിടെ പുളിയിൽ പഠിച്ചു കേട്ടോ, പെരിയ പുളി. ആ, ഇവനും പുളിക്കാരനാണ്. അല്ല, ഞാൻ ഇലക്ട്രോണിക്സ്, ആ സിവിലി. പിന്നെ നിങ്ങളവിടെയാണല്ലേ? അപ്പോൾ നമ്മൾ ഒരേ ജില്ലക്കാരാണ്. ഏത് വയസ്സിൽ പഠിത്തം അല്ല, നമ്മൾ കണ്ണൂർ തന്നെയാണ്. ഞാൻ പഠിച്ചതിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. വെയിലും ഇല്ല, എന്നാൽ മഴയും ഇല്ല, അതുപോലെ തന്നെ ചൂടുമില്ല. കയറി വരുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവും, കിതപ്പുണ്ടാവും, കാരണം കയറ്റൊക്കെയല്ല. പക്ഷേ നല്ല ചില്ലായിട്ടുള്ള ക്ലൈമറ്റാണ്. നല്ല അടിയൊരു മരം. ഓക്കെ, സെറ്റ്. അപ്പോൾ അതാ അങ്ങവിടെ ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ. താഴെയൊക്കെ നല്ല വെയിലാണ്, അവിടെയൊക്കെ നല്ല വെയിലാണ്. ഇവിടെ നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് രഘു, അട്ടടിച്ചില്ല? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ പറയരുത്. എൻ്റെ കാലിൻ്റെ വേക്കൻസി ഇല്ലപ്പാ. നമ്മൾ ഏകദേശം ഒരു ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് ഇവിടത്തേക്കൊരു റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. റൈഡ് മീൻസ് അങ്ങനെ വലിയ രീതിയിലുള്ള റൈഡല്ല, നമുക്കൊരു ബുള്ളറ്റ് റൈഡേഴ്സ് ക്ലബ്ബുണ്ട്. അപ്പോൾ അതിൻ്റെ കെയർ ഓഫിൽ നടക്കുന്നൊരു സ്റ്റേ റൈഡാണ്. അപ്പോൾ പൈതൽമല, അതുപോലെ തന്നെ പാലക്കയം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളും പിന്നെ ഒരു റിസോർട്ട്, അതായത് പൈതൽമലക്ക് അടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു സീരീസ് ആയിട്ടുള്ള വ്ളോഗ് നടത്താം. ഒരു 2-3 എപ്പിസോഡ് ഉണ്ടാവും മിക്കവാറും. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു വ്ളോഗിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും. അതിൻ്റെ പ്ലാനിങ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നിലൊരു മരം ക്രോസ് ആയിട്ട് വീണിട്ടുണ്ട്. ഇതെല്ലാം ആനയോട്ടി പൊരിച്ചിട്ടായിരിക്കുമല്ലോടാ? സാധ്യതയുണ്ട് കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആനപ്പിണ്ടങ്ങളാണ് ഇവിടെ. എന്തായാലും ഇതെന്താ മുറിച്ച് മാറ്റിയതാണ്. ഇത് എനിക്ക് വന്ന് ഫോറസ്റ്റുകാർ മറ്റേ വഴിയാക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് മാറ്റിയതായിരിക്കണം. ഇത് പൊരിഞ്ഞു വീണാണോ ചവിട്ടി പൊരിച്ചിട്ടാണോ എന്നൊന്നും പിടിയില്ല. നമ്മളിത് കാടിന്ന് പുൽമേട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓപ്പണിംഗ് കണ്ടില്ലേ, അടിപൊളിയാണ്. കാണിച്ചു തരാം. നമ്മളിങ്ങനെ കാട്ടിൻ്റെ മെല്ലെ 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 വന്നിട്ട് ആ ഓപ്പൺ സ്പേസിലേക്ക് എത്തുമ്പോൾ ഒരു അപാര ഫീലാണ് കേട്ടോ. പൊളിയല്ലേ? ഈ കാണുന്നതാണ് നമ്മൾ കാപ്പിമല മഞ്ഞപ്പുല്ല് വഴി കയറി വന്നു കഴിഞ്ഞാൽ എത്തുന്ന സ്പോട്ട്. അതിൻ്റെ മുകളിലാട്ടോ. അതാണ് പൈതൽമലയുടെ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടതാ ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കുടിയാമല വഴി വരുമ്പോൾ ഈ ഏരിയയിലാണ് നമ്മൾ എത്തുക. അപ്പോൾ ഇവിടെ നിന്നതാ അങ്ങ് അവിടെ കാണുന്നില്ല ഒരു വാച്ച് ടവർ, അവിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ വ്യൂ പോയിൻ്റായി. അപ്പോൾ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല കിടുക്കാച്ചി വ്യൂ ആണ്. അവിടെ ഒരു തടാകം പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ അങ്ങ് ബാക്കിൽ കാണുന്നതൊക്കെ കർണാടക ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. അങ്ങ് താഴെയൊക്കെ നല്ല വെയിലാണ്. ഇവിടെ നല്ല ചില്ലായിട്ടുള്ള ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ ഏത് നിമിഷം വേണമെങ്കിൽ കോട ഇറങ്ങി വരാം. മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാറേൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അടിപൊളി കേട്ടോ, കിട്ടിലും വ്യൂ ആണ്. അങ്ങ് ആ ഭാഗം കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. അത് പൈതൽ റിസോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DTDCയുടെ റിസോർട്ടും ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കയറി ഇതുവഴി വന്നതാണ്. അപ്പം അത്രയും ഡിസ്റ്റൻസാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, കിട്ടിലും പ്ലേസ് ആട്ടോ. അവിടെ ഇപ്പം കുറച്ച് വെള്ളമേ കാണുന്നുള്ളൂ. അവിടെ അത്യാവശ്യം മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടാകുന്ന ഒരു ലേക്ക് പോലത്തെ സംഭവമാണ്. അപ്പം നമ്മൾ നടന്ന് അങ്ങോട്ട് പോകണം. കിടം വ്യൂ അല്ലേ? അല്ലേ മോനെ രഘു, എന്നോ എനിക്ക് പറയാനില്ലേ? ഉഷാർ വ്യൂ ആണ്. കണ്ണൂരിന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്ലേസ് സത്യം. അപ്പോൾ പൈതൽമല എന്ന് പറയുന്നത് കണ്ണൂരിലെ ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇതിൻ്റെ 1.372, അതായത് 1372 മീറ്ററാണ് മീൻ സീ ലെവലിൽ നിന്ന് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ കണ്ണൂരിലെ ഏറ്റവും അടിപൊളിയും അതേപോലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂ ഉള്ള നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ് പൈതൽമല. വൈതൽമല എന്നും കൂടി പേരുണ്ട് ഇതിന്. പിന്നെ അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് പൈതൽമല ആയതാണ് പിൽക്കാലത്ത്. അപ്പോൾ ഒന്നും പറയാനില്ല എനിക്കതാ, നിങ്ങൾ കണ്ടന്നെ ആസ്വദിച്ചോ. ഇഷ്ടം പോലെ നല്ല അടിപൊളി 360 വ്യൂ ആണ്. മുകളിലിതാ കോട ഇറങ്ങിയിട്ടുണ്ടേ. അങ്ങ് മുകളിൽ കോട ഇറങ്ങുന്നത് കണ്ടോ? അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം.
ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടു. അപ്പോൾ അവരൊക്കെ വാച്ച് ടവറിൻ്റെ മുകളിലും താഴെയിലെ വ്യൂ പോയിന്റിലൊക്കെ ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സൺഡേ അതുകൊണ്ട് നല്ല രീതിയിൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നിരുന്നു. നല്ല കാം ക്ലൈമറ്റ് അല്ലേ മനരഘു? അതാണ് പ്രത്യേകത. കിട്ടില്ല ക്ലൈമറ്റാണ്. നമ്മൾ റാണിപുരം പോയ പോലെ നല്ല കട്ട കോട നമുക്കിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതാ അങ്ങ് അവിടെ മുകളിലൊക്കെ ആയിട്ട് കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ലതാ. ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട്. താഴേക്ക് അത് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ പൈതൽ മലയും അതുപോലെ തന്നെ റാണിപുരമൊക്കെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ആനപ്പുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ബോർഡർ പങ്കിടുന്നതൊക്കെ കർണാടക ഫോറസ്റ്റ് ആയിട്ടാണ്. കൂർഗ്, കർണാടക, കൊടക് ജില്ലകളുടെ ഭാഗമായിട്ടുള്ള ഏരിയയിലാണ് ഈ എന്താ പറയുക റാണിപുരം പൈതൽ മലയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ കർണാടകയായി. പക്ഷേ അങ്ങോട്ടേക്ക് അതുവഴി റൂട്ടും കാര്യമൊന്നുമില്ല. നേരെ കുറച്ച് നമ്മളെ റാണിപുരം പോകുന്ന വഴിക്കാണെങ്കിൽ തലക്കാവേരി വഴി നമുക്ക് കർണാടകയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഓപ്പണാണ്. നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരമൊക്കെ വരുന്നതിന് യാതൊരു സീനും ഇല്ല. അപ്പോൾ നമുക്കൊരു ദിവസം അങ്ങോട്ടേക്ക് പോവാം. അതുപോലെ തന്നെ നമ്മളെ നേരത്തെ കാണിച്ച റിസോർട്ടില്ല, പൈതൽ റിസോർട്ട്, ആ ഒരു ഏരിയയിൽ നമുക്കൊരിക്കൽ പോയിട്ട് സ്റ്റേ ചെയ്യണം. എന്നിട്ട് വ്ളോഗൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലാനിങ്ങിലുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഈ അടുത്ത കാലത്തൊന്നും എന്തായാലും ചെയ്യുന്നില്ല. കുറേ കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചങ്ങായിമാരെ നമുക്ക് കോടയും കൂടി കിട്ടിയിരിക്കുകയാണതാ. ബാക്കിൽ കംപ്ലീറ്റ് കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യമുണ്ട് കേട്ടോ. നമുക്ക് 2 ക്ലൈമറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം. ഈ പറഞ്ഞ പോലെ കോടയും നമുക്ക് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ വെയിലും നല്ല ചില്ലായിട്ടുള്ള ക്ലൈമറ്റും കിട്ടാറുണ്ട്. അപ്പോൾ മൊത്തം കോട ഇറങ്ങി വരികയാണ്. ഒന്നാമത് വൈകുന്നേരം ആയതുകൊണ്ടാണ് വെയിലൊക്കെ പോയി കോട അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുകളിലേക്കുള്ള വിസിബിലിറ്റി ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് അത് ഇറങ്ങി വരും. അപ്പം നമുക്ക് കോടയും അതുപോലെ തന്നെ വാച്ച് ടവറും പരിപാടികളൊന്ന് കണ്ടിട്ട് വരാം. കിടുക്കാച്ചി വ്യൂ ആണ് കേട്ടോ. അവിടെയൊക്കെ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല കോട അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 ക്ലൈമറ്റാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കോട അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ വലിയ കൊക്കയാണ് കേട്ടോ താഴേക്ക്. ഇവിടെ താഴേക്ക് ഭയങ്കരമായിട്ടുള്ള കൊക്കയാണ്. അതേപോലെ തന്നെ ഇവിടെ നല്ല കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ എന്തോ ഒരു പക്ഷീൻ്റെ ശബ്ദമൊക്കെ കേട്ടു അതിൻ്റെ ഉള്ളിൽ നിന്ന്. കാട്ടുകോഴിയാണെന്ന് തോന്നുന്നു. എനിവേ അതിൻ്റെ താഴെ ആണ് ശരിക്കുള്ള വ്യൂ പോയിന്റ് വരുന്നത്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകാനുണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടി പോവാം. അപ്പോൾ ഇവിടെയൊക്കെ ഏതാ കോട അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവണുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഒരു മരത്തിന്റെ അടിയിൽ നീ ഇന്നലെ വന്നാലേ അവിടെ മൊത്തം കോട ഏകദേശം കംപ്ലീറ്റ് ആയിട്ടാ. പക്ഷെ നമ്മൾ താഴെ നിന്ന് വരുന്ന സമയത്ത് വിചാരിച്ചത് കോടയൊന്നും കിട്ടില്ല. അമാതിരി വെയിലാണ്, ഒരു തരം വെയിലായിരുന്നു. പക്ഷെ കയറി വന്ന് ഇവിടെ എത്തിയപ്പോൾ എന്തായാലും ദുരന്തം പിടിച്ചു ക്യാമറയ്ക്ക് വരില്ല. അപ്പോൾ കയറി വന്ന സമയത്ത് നല്ല രീതിയിൽ കോടയൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സൺഡേ ആയതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ. അതിൻ്റെ മുകളിലും അവിടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. വന്ന ആളെ കിട്ടിയാ മറ്റാണ് കണ്ടാക്കിയ കാണാണ്ടായ ഒരാളെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയില്ലടാ, കാണാണ്ടായാലും ഒരാളെ കിട്ടിയില്ലേ? വേറൊരാളെ ഇടയില്ലേ? ഒരാളും കൂടിയില്ലേ? പങ്ങാടൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അതിപ്പം മൊത്തം കോടയും മഞ്ഞൊക്കെ കയറി സൈഡായിട്ടുള്ളതൊന്നും കാണുന്നില്ല. അവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഒന്നും കാണാനില്ല. അവിടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ വഴി കയറി വരുന്നത്. അപ്പോൾ നമ്മുടെ വാച്ച് ടവർ അതിൻ്റെ മുകളിൽ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അവിടെയൊക്കെ കംപ്ലീറ്റ് കോട ഇറങ്ങി. ഇവിടെ നിന്ന് താഴത്തോളം അങ്ങത്തോളം മൊത്തം കോടയായിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് കോട കവർ ചെയ്ത് ഈ ഒരു ഏരിയ മാത്രമേ ഇനി വരാനുള്ളൂ. അപ്പോൾ പൈതൽ മലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മളെ പൈതൽ മല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലക്കയം തട്ട് ഈ അടുത്ത കാലത്ത് ഒരു 1-2 വർഷമായിട്ട് വളരെയധികം പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പേഴ്സണലി ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരണം.
അതാണ് പൈതൽ മലയുടെ പ്രത്യേകത. പാലക്കയം തട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ വരെ വണ്ടി കയറിപ്പോകും. അതുകൊണ്ട് ഈസിനെസ് ആണ്. കുറച്ചും കൂടി പൈതൽ മലയിലേക്ക് വരുന്നതിനേക്കാളും ആൾക്കാർക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഇതേപോലെ തന്നെ കോഡിങ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ പാലക്കയം തട്ട്. അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ഏരിയയിലായതുകൊണ്ട് ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ പൈതൽ മലയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെക്കിങ് അതേപോലെ തന്നെ കാടിൻ്റെ ഭംഗി അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കോവിഡിൻ്റെ ഈ സിറ്റുവേഷൻ കണക്കിലെടുത്തുകൊണ്ട് ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അതിനുശേഷം അലൗഡ് അല്ല. അതുപോലെ തന്നെ ക്യാമ്പിംഗ് പരിപാടികൾ, ടെൻ്റടിക്കൽ പരിപാടികൾ, അങ്ങനത്തെ യാതൊരുവിധ പരിപാടികളും നിലവിൽ അലൗഡ് അല്ല. കുറേ മുന്നേ ആ സംഭവങ്ങളൊക്കെ ഇവിടെ അലൗഡ് ആയിരുന്നു. അപ്പോൾ പിൽക്കാലത്ത് പിന്നെ നമ്മുടെ എന്താ പറയുക എന്തൊക്കെയോ ഇഷ്യൂസ്, അതായത് ഈ പറഞ്ഞ പോലെ മാവോയിസ്റ്റ് അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ആന തുടങ്ങിയ കുറേ വന്യജീവികളുടെയൊക്കെ ശല്യം ഇവിടെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു പരിപാടികളൊന്നും ഇവിടെ ഇല്ല ഇപ്പോൾ നിലവിൽ. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പം നിങ്ങൾ കാഴ്ച ഉണ്ടോ, കോടയാട്ടാ. ഈ ഒരു ഗ്യാപ്പിൽ മാത്രമൊന്നുമില്ല, നല്ല കട്ട കോടയടിച്ച് കയറുകയാണ്. കുറച്ചും കൂടി ഇത് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ സീറോ വിസിബിലിറ്റി നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഒരു യൂട്യൂബറിൻ്റെ കഷ്ടപ്പാട് കൂടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഒരു ഉദ്ദേശം. ബ്രോ ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. യൂട്യൂബിൽ വീഡിയോ എടുക്കുക പറഞ്ഞാൽ ചില്ലറ പണിയൊന്നല്ല. നല്ല രീതിയിൽ നമ്മൾ വീഡിയോ ഓരോ ഷോട്ടും അതേപോലെ തന്നെ എഡിറ്റിംഗ് പരിപാടികളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ നല്ല എഫക്റ്റീവായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റൂ. അതാണ് മെയിൻ പരിപാടി. അപ്പം നമ്മൾ ഇങ്ങനത്തെ കുറേ കഷ്ടപ്പാടുകളൊക്കെ പെടേണ്ടി വരും. ബാക്ക്ഗ്രൗണ്ട് സീൻസൊക്കെ അവാരാണ്. ഇത് പ്രൊമോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കഷ്ടപ്പാടുകളാണ്. ഇതെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങളിലേക്ക് എത്തും എന്ന് കരുതാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവാണ്. സമയം ഏകദേശം ഒരു 5:30 അടുത്തു. ഇവിടുന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ചുറ്റും കോട ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വെയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ ഇവിടത്തേക്ക് വരാനുള്ളവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് നല്ല കെയർഫുള്ളായിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു ദ്രോഹം ചെയ്യാതെ അതേപോലെ തന്നെ ഇവിടെയുള്ള ജീവജാലങ്ങൾക്കൊന്നും ഒരു ദ്രോഹങ്ങളും ചെയ്യാതെ നല്ല രീതിയിൽ വന്നിട്ട് കണ്ടിട്ട് പോകാൻ ഞാൻ ആസ് യൂഷ്വൽ പറയും പോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിവിടെ തന്നെ വരാം. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.